ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള 7 ടാബുകളെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് ടൈപ്പിസ്റ്റ് പോലുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിൽ വരുന്ന പോർഷൻസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ 7 ടാബുകളാണുള്ളത്. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ ടാബ്. ഇതിൽ ഹോം ടാബിൽ 5 ഗ്രൂപ്പാണുള്ളത്. ഹോം ടാബിൽ 5 ഗ്രൂപ്പിൽ ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ്. ഇതിൽ ഹോം ടാബിൽ ഈ 5 ഗ്രൂപ്പുകളും ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹോമിൽ കബോർഡ് കാണും. അപ്പോൾ നമ്മുടെ ഹോമിലെ കബോർഡിനടുത്തായിട്ട് നല്ല ഫോണ്ട് കൊണ്ട് എഴുതിയ നല്ല സ്റ്റൈലിലുള്ളൊരു പാരഗ്രാഫ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ മതി. അപ്പം നമ്മുടെ ഹോമിലെ കബോർഡിൻ്റെ അടുത്തായിട്ട് നല്ല സ്റ്റൈലിലുള്ള ഫോണ്ട് കൊണ്ട് എഴുതിയ പാരഗ്രാഫ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഹോമിൽ ക്ലിപ്ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിങ് ഇത്രയും കിട്ടും. അടുത്തതായിട്ട് ഇൻസേർട്ട് ടാബാണ്. ഇൻസേർട്ട് ടാബിനകത്ത് 7 ഗ്രൂപ്പാണുള്ളത്. പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ്. അപ്പോൾ ഈ ഇൻസേർട്ട് ടാബിലുള്ള ഈ 7 ഗ്രൂപ്പുകളെ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് പലപ്പോഴും പേപ്പർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിൽ പേജസ് ഓർക്കാം. അപ്പോൾ കുറേ പേജസ് നമ്മളൊരു ടെക്സ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറേ പേജസ് നമ്മളൊരു ടെക്സ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആ ടെക്സ്റ്റിൻ്റെ ഹെഡറിലും ഫൂട്ടറിലുമായിട്ട് നമ്മൾ ഒരുപാട് സിംബൽസ് ആഡ് ചെയ്യണം. അപ്പോൾ പേജിൻ്റെ ഹെഡറിലും ഫൂട്ടറിലുമായിട്ട് നമ്മൾ ഒരുപാട് സിംബൽസ് ആഡ് ചെയ്യണം. അപ്പോൾ ആ സിംബൽസിനകത്ത് ഒരുപാട് ഇല്ലുസ്ട്രേഷൻസിൻ്റെ ലിങ്ക്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ സിംബൽസിനകത്ത് ഒരുപാട് ഇല്ലുസ്ട്രേഷൻസിൻ്റെ ലിങ്ക്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഈ ഒരു ടെക്സ്റ്റ് നമ്മളൊരു ടേബിളിൽ വെക്കുകയാണ്. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്ത പേജസ് എല്ലാം ഒരു ടെക്സ്റ്റിലാണ്. ആ ടെക്സ്റ്റിൻ്റെ ഹെഡറിലും ഫൂട്ടറിലുമായിട്ട് നമ്മൾ ഒരുപാട് ഇല്ലുസ്ട്രേഷൻ്റെ ലിങ്ക് അടങ്ങിയ സിംബൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു ടെക്സ്റ്റ് നമ്മൾ ടേബിളിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഇൻസേർട്ട് ടാബിലെ പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽസ് ഇത്രയും ഗ്രൂപ്പുകൾ ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത ടാബ് എന്ന് പറയുന്നത് പേജ് ലേഔട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം.